എന്നെ കേൾക്കാൻ വേണ്ടി വന്ന പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പിതാക്കന്മാരോട് പറയുകയാണ്, നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടണം. എന്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിന്റെ 60-ാമത്തെ ആയത്തിൽ എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് പഠിപ്പിച്ചു തരുമോ, വിശദീകരിച്ചു തരുമോ? അലിയർ മഹാനായ ആയിഷ, മഹദിയായ ആയിഷ ബീവി തങ്ങൾ മഹാനായ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ, സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ ആയത്ത് എനിക്കൊരു സംശയമുണ്ട് റസൂലേ, അതൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നീ ഒന്ന് ഓതുമോ? ഏതായത്താണ്? ഒന്ന് ഓതുമോളെ, ഞാനൊന്ന് കേൾക്കട്ടെ. ആ സമയത്ത് ആയിഷ ബീബി ഓതി കൊടുക്കുകയാ, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഈ ആയത്തിൽ എനിക്ക് സംശയമുണ്ട് നബിയേ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അതിന്റെ ആശയമൊന്ന് പഠിപ്പിച്ചു തരുമോ? ആയിഷ ബീവിയോട് റസൂൽ ചോദിക്കുന്നു, നിനക്കെന്താ മനസ്സിലാകേണ്ടത്? നബിയേ, അതിൽ പറയപ്പെടുന്ന ആളുകൾ ആരാണ്? ആരെ പറ്റിയാണത് പറയുന്നത്? എന്താണ് അർത്ഥമെന്നറിയോ യുവാക്കളെ? എന്താണ് അർത്ഥമെന്നറിയോ പ്രിയപ്പെട്ട ഉമ്മമാരെ? വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സർവശക്തനായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങി പോകണമെന്ന ചിന്തയോട് ഭയചകിതമായി ആലില പോലെ വിറയ്ക്കുന്ന അവസ്ഥയിൽ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ, പേടിച്ചൊരണ്ട മാൻപേടയെ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാ. നബിയെ, അള്ളാഹിന്റെ മുന്നിൽ പേടിയോടെ എത്തണമെന്ന് പറയുന്നതാരെ പറ്റിയാ? കള്ളുകുടിയനാണോ നബിയെ? പലിശക്കാരനാണോ നബിയെ? വ്യഭിചാരിയാണോ നബിയെ? ആരെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്? ആരെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്? നമുക്കും തോന്നാം അങ്ങനത്തെ ഒരു സംശയം. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലെത്തുമ്പോ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ വിറയ്ക്കുന്ന, ആലില പോലെ വിറയ്ക്കുന്ന, ഭയചകിതമായി പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നവരാരാ? കള്ളു കുടിക്കുന്നവരല്ലേ? പെട്ടുപിടിക്കുന്നവരല്ലേ? മണ്ണിനെ പോരടിക്കുന്നവരല്ലേ? പലിശക്കാരല്ലേ? അല്ലാതെ ആരാ? ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മറുപടിയായി ആരംഭപ്പോവായ റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ, കള്ളു കുടിക്കുന്നവനെ പേടിക്കണ്ട, പലിശക്കാരൻ പേടിക്കണ്ട, നിസ്കാരമില്ലാത്തവനെ ഭയപ്പെടണ്ട. സഹോദരങ്ങളെ, റസൂല് പറയുകയാണ്, നിസ്കരിക്കുന്നവനാണ് റബ്ബിന്റെ മുമ്പിൽ പേടിക്കുന്നത്, നോമ്പുകാരനാണ് അള്ളാന്റെ മുമ്പിൽ വിറച്ചു കൊണ്ടെത്തുന്നത്, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നവനാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, സുഹൃതം ചെയ്യുന്നവനാണ്. അള്ളാന്റെ മുന്നിലെത്തുമ്പോ വിറച്ചു പോകുന്നതെന്ത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്താണ് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, എന്തിനാണ് നിസ്കാരക്കാരൻ പേടിക്കുന്നത്? എന്തിനാണ് നോമ്പുകാരൻ ഭയപ്പെടുന്നത്? എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നവനെ പേടിക്കുന്നത്? ആയിഷ ബീവിയോട് റസൂൽ പറയുന്നു, വഹും യഖാഫൂന അല്ലാ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ എന്ന പേടിയാടമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും. ഏറ്റവും നല്ല ഇബാദത്തെടുത്ത ആളുകളുണ്ടല്ലോ, ആദരണീയരായ വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരായ ഉലമാക്കൾ. എന്റെ സഹോദരങ്ങളെ, അവർക്ക് എന്തു പേടി, അവർക്ക് എന്തു ഭയം? ഒന്നുമില്ല. കാരണം എന്താണ്?
അവരകക്കണ്ണുകൊണ്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. അവർക്കൊക്കെ ഒരു ഭയമില്ല. മഹാരഥന്മാരായ ഔലിയാക്കൾ അങ്ങനെയാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ പേടിക്കുന്നത് ആരാ? നമ്മളെ പോലുള്ളവർ. കാരണം എന്താണ്? അല്ലാഹുവേ, ഞാൻ പാതിരാത്രികളിൽ നമസ്കരിച്ചവനാണ്, പകല് ഞാൻ നോമ്പ് പിടിച്ചവനാണ്. റബ്ബേ, എന്റെ സമ്പത്തിന്റെ 2.5% പാവപ്പെട്ടവന് ഞാൻ കൊടുത്തവനാണ്. അല്ലാഹുവേ, രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഞാൻ വഴലിന്റെ മജ്‌ലിസിൽ ചെന്നിരുന്ന് വഴല് കേട്ടവനാണ്. അല്ലാഹുവേ, പടച്ചവനെ, യാത്ര ചെയ്ത് ദീർഘമായ യാത്ര ചെയ്ത് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പ്രസംഗത്തിന് പോയവനാ. അല്ലാഹുവേ, പാവങ്ങളെ സഹായിക്കാൻ നല്ല മനസ്സ് കാണിച്ചവനാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇത് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഈ രാത്രികൾക്ക് പകരം തരാൻ ആർക്ക് കഴിയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചതിന് പകരം തരാൻ ലോകത്താർക്കാ കഴിയുക? രാത്രികാലങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത് റുകൂ ചെയ്ത് നമസ്കാരം നിർവഹിച്ചതിന് പകരം തരാ സഹോദരങ്ങളെ ആർക്കാണ് കഴിയുക? ഇതെല്ലാം കൂടി പഴംതുണി വലിച്ചെറിയുമ്പോൾ മുഖത്തേക്ക് എറിഞ്ഞിരുന്നാൽ നമ്മുടെ ഇബാദത്തുകളൊന്നും സഹോദരങ്ങളെ നമുക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നില്ലെങ്കിൽ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ കാരണമാകുന്നില്ലെങ്കിൽ, അതുപോലെ സഹോദരങ്ങളെ നമ്മുടെ സൽക്കർമ്മങ്ങൾ കാരണമായി അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് കരഗതമാക്കാൻ നമ്മുടെ ഇബാദത്തുകൾക്ക് കഴിയാതെ പോകുന്നെങ്കിൽ പടച്ചവനെ, അല്ലാഹു അതാ വരികയാണ്. മലക്കു സഫാ സഫാ വജിയ യൗമൈദിൻ ബിജഹന്നമ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, സർവാധിപതിയായ സർവേശ്വരനായ സർവസഗുണ സമ്പൂർണനായ അല്ലാഹു നാളെ ആ യൗമൽ ഖിയാമത്തിൽ വരികയാണ്. എല്ലാവരെയും നിർത്തപ്പെടുന്ന ദിവസമുണ്ടല്ലോ. ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ. ആ മഹ്ശറയിൽ എല്ലാവരും നിൽക്കുമ്പോ ഇതാ പടച്ച തമ്പുരാൻ ഹാജരാവുകയാ. വൽ മലക്കു സഫൻ സഫാ. 4 ഭാഗത്ത് മാലാഖമാര് വലയം തീർത്ത് നിൽക്കുകയാണ്. എന്റെ വാളിനിടയിൽ ആർക്ക് വേണോ ഇറങ്ങി പോകാ, എവിടെ വേണോ നിങ്ങൾക്ക് പോകാ. പക്ഷേ പടച്ചവന്റെ മുന്നിൽ നിന്നാ നിങ്ങൾക്ക് പോകാ കഴിയൂല. എന്തുകൊണ്ടാണ്? നിങ്ങൾ നിൽക്കുന്ന ചെമ്പ് തറയാണ്. ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ അതിന്റെ മുഴുവൻ താപങ്ങളും വിസർജിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്റെയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും വിയർത്തു കുളിച്ച് മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു മുന്നിലെത്തുമ്പോ ഞാനും നിങ്ങൾ പേടിച്ചൊന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് 4 ഭാഗത്ത് ആരാ നിൽക്കുന്നത്? വൽ മലക്കു സഫാ സഫാ. 4 ഭാഗത്ത് മാലാഖമാര് വലയം തീർത്തിരിക്കുകയാ. അവര് പ്രൊട്ടക്ഷൻ നിൽക്കുകയാണ്. ഒരുത്തനും ഒരു കാലം മാറ്റിച്ചവിട്ടാൽ അല്ലാഹു അനുവദിക്കൂല. ദുനിയാവിന്റെ ശീതളിമയിൽ കള്ളു കുടിച്ചവരെ, പെണ്ണ് പിടിച്ചവര്, പലിശ വാങ്ങിയവനെ, പരദൂഷണം പറഞ്ഞവര്, ആലിമീങ്ങളെ പുച്ഛിച്ചവരെ, പെണ്ണുങ്ങളെ പച്ചയിറച്ചി തിന്നവര്, പാവപ്പെട്ട പൊന്നുമക്കളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയവര്, നിനക്കൊന്നും ഒരു ചുവടങ്ങോട്ട് മാറ്റിച്ചവിട്ടാൻ അല്ലാഹു അനുവദിക്കില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് 4 ഭാഗത്ത് മലക്കുകൾ നിരനിരയാ. അവര് വരിയായി നിൽക്കുകയാണ്. ആ സമയത്താണ് നരകം കൊണ്ടുവരുന്നത്. അല്ലാഹുവിന്റെ കത്തിയാളെന്ന നരകം കൊണ്ടുവരുന്ന സമയത്ത് സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് ആലോചിക്ക്. അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാ തിന്മകളും ചെയ്തവന് പേടിയില്ല. അവനറിയാം നരകത്തിലാണ് താൻ പോകുന്നതെന്ന്. ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ മരിച്ചവനും പേടിയില്ല. അവനറിയാത്ത സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന്. പിന്നെ പേടിക്കുന്നതാരെന്നറിയോ? സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളാ. കാരണം എന്താണ്? പടച്ചവനെ, എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഹാലെന്താണ് റബ്ബേ? എന്റെ ഹാലെന്താണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് ഞാൻ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെയും പേടി എന്താകണമെന്നറിയോ? അല്ലാ യഖ്ബലല്ലാഹ്
അള്ളാഹു നമ്മുടെ അമാലകളെ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന പേടിയാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല അമലേതാണ്? ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാണ്? അത് നിസ്കാരമാണ്, ശരി തന്നെയാണ്. പക്ഷേ ആ അമല് മാത്രമല്ല, ഏതൊക്കെ അമലാണോ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചത്, ആ അമലാണ് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് മഹാനായ അലിയുനെ കറമല്ലാഹു വജ്ഹാ. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു അമല് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ഏത് കാര്യം ചെയ്താലും അത് ഭംഗിയാക്കുക. നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ? ഏത് കാര്യമാണെങ്കിലും അതിനെ ഭംഗിയാക്കുക. ഇപ്പൊ നോമ്പ് വരികയാണ്. നോമ്പ് സ്വീകരിച്ചു എന്നതിന് ഒരു അടയാളമുണ്ട്. എന്തെന്നറിയോ? എന്താണ്? നമ്മുടെ നോമ്പ് സ്വീകരിച്ചില്ലേ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? നാളെ അവിടെ ചെല്ലുമ്പോഴാണ്. പക്ഷെ ചില അടയാളങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അറിയാൻ കഴിയും നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ. അതേതാണ്? ഈ റമളാൻ മാസം വരികയാണ്. നമ്മുടെ അമല് സ്വീകരിച്ചോ എന്നറിയാനുള്ള അടയാളം ഞാൻ പറഞ്ഞുതരാം. സഹോദരിമാര് കുറിച്ചിട്ടോളി മനസ്സിൽ. നിങ്ങൾ നോമ്പ് പിടിച്ച് ആ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരൽപ്പം പോലും ഹറാമിന്റെ ഒരു ശകലം പോലും, ഒരു ലവലേശം പോലും നിങ്ങൾ കേൾക്കേണ്ട സാഹചര്യം വരാതിരുന്നാൽ, ഒരു റമളാനിൽ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹറാമ് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് വരാതിരുന്നാൽ, നിങ്ങൾ ഹറാമായതൊന്നും കാണാതിരുന്നാൽ, നിങ്ങൾ കേൾക്കാതിരുന്നാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയാൽ, അത്താഴം കഴിക്കുന്നതും നോമ്പ് തുറക്കുന്നതും ഹലാലിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ നോമ്പ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ്. ഏറ്റവും കൂടുതൽ ഫസാദ് നടക്കുന്ന മാസം ഏതാ? 2 മാസം. എണ്ണം പള്ളിയിൽ കയറി. ഞാൻ എന്റെ ഭാഷയുടെ ഏതെങ്കിലും രൂക്ഷമായി ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും വിഷമം തോന്നരുത്. ലാസ്റ്റ് ഞാൻ ടോട്ടലായിട്ട് പൊരുത്തം ചോദിച്ചിട്ട് ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. ആർക്കും വിഷമം തോന്നരുത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് കുറെ എണ്ണം പള്ളിയിൽ വരും റമളാൻ മാസത്തിൽ. ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല, എല്ലാം ലീവ് കൊടുത്തിരിക്കുകയാണ്. നോമ്പല്ലെന്ന് പറഞ്ഞിട്ട് ലീവ് കൊടുത്തിരിക്കാൻ, ആഹാരം കഴിക്കാൻ വീട്ടിലും പോണ്ട, എല്ലാം പള്ളിയിൽ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ജോലിയില്ല, തൊഴിലും ഇല്ല, ഒന്നുമില്ല. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചർച്ചയാണ്. തറാവീഹ് നബിതങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ടോ? അതെ, 13 നിസ്കരിച്ചോളൂ, 12 നിസ്കരിച്ചോളൂ. അതിന് തെളിവ് കൊണ്ടുവാടാ. പിന്നെ ഇമാമിനെ ഉസ്താദെന്നായി, മുസ്ലിയാരെന്നായി, മറ്റോനെന്നായി, മറിച്ചോനെന്നായി, എടാന്നായി, അവസാനം അയാളെ പെരുന്നാൾ കഴിയുമ്പോൾ പറഞ്ഞങ്ങ് വിടും. യവനാകെ കയറുന്ന റമളാൻ മാസത്തിലാണ്. റമളാൻ മാസത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താണ്? യവനായി പള്ളിയുടെ സുൽത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ പള്ളിയിൽ പെരുന്നാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരും റബിയുൽ അവ്വൽ ആകുമ്പോൾ അടുത്ത നോട്ടീസുമായിട്ട്. നബിതങ്ങൾ ജനിച്ചതിന് വല്ല തെളിവുണ്ടോ? അത് തിങ്കളാഴ്ചയാണെന്ന് തെളിവുണ്ടോ? റബീഉൽ അവ്വൽ 12 ആണെന്ന് തെളിവുണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ച? ആ സമയത്ത് ഒരു പേജ് ഖുർആൻ ഓതിയാൽ അതൊക്കെ ഈ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? നീ ആണെങ്കിൽ എന്താ പ്രശ്നം? എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഏത് ദിവസമായാലും നമുക്ക് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നമുക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ റസൂലുള്ളയുണ്ട്. പിന്നെന്തിനാ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ട കാര്യം? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ വാദപ്രതിവാദങ്ങളും പരദൂഷണങ്ങളും കേൾക്കേണ്ട ഒരു മാസമായി റമളാൻ മാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് സ്വീകരിക്കൂല, പിന്നെന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് പിടിക്കുന്നത്, പട്ടിണി കിടക്കുന്നത്? നിസ്കാരം സ്വീകരിച്ചു എന്ന് ഞാൻ തെളിവ് പറഞ്ഞു തരട്ടെ സഹോദരിമാരെ. നിങ്ങളുടെ മഗ്രിബ് സ്വീകരിച്ചു എന്നതിനൊരു തെളിവുണ്ട്, ഒറ്റ അടയാളമുണ്ട്. ആ അടയാളം നിങ്ങളെ നോക്ക്. നിങ്ങളുടെ മഗ്രിബ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി വറബ്ബിൽ കഅബ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മഗ്രിബ് നിങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം സീരിയൽ കാണൂല, ഉറപ്പാണ്. അപ്പൊ മഗ്രിബ് കഴിഞ്ഞിട്ട് സീരിയൽ കാണുന്നവർക്ക് കുറിച്ചിട്ടോളെ, ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞതാണ്. മഗ്രിബ് നിസ്കാരം സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അന്നത്തെ ദിവസം നിങ്ങൾ സീരിയൽ കാണാതിരിക്കുക. എന്താ കാര്യം? ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം നിന്ദ്യവും നീചമായ പ്രവർത്തനങ്ങളെ തടയുന്നതാണ്. ഇത് നിന്ദ്യമാണെന്ന് പിന്നെ രണ്ടഭിപ്രായം ഇല്ലല്ലോ. അപ്പൊ നിസ്കരിച്ചിട്ട് വീണ്ടും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താ അതിന്റെ അർത്ഥം? നിന്റെ നിസ്കാരം ഖുർആൻ പറഞ്ഞ നിസ്കാരം ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇബാദത്ത് എന്തായിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. ഇതേപോലെ ഓരോ അമലുകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ദുആ സ്വീകരിച്ചു എന്നതിന് അടയാളമുണ്ട്. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുളിർമ, ഒരു രോമാഞ്ചം, മനസ്സിനകത്തൊരു ആനന്ദം വന്നാൽ ദുആ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. ഇനി പോട്ടെ, ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തുമ്മല് വന്നോ? തുമ്മൽ എന്നല്ല ഇവിടെ പറയുന്ന,
തുമ്മലുണ്ടായാൽ ദുആ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. ദുആ ചെയ്ത് കൈയൊക്കെ മുട്ടി, അതൊക്കെ സുന്നത്താണ്. സ്വലാത്തൊക്കെ ചൊല്ലി റാഹത്തായി എഴുന്നേൽക്കുമ്പോ തലയിൽ നിന്നൊരു ഭാരം മാറ്റി വെച്ചതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ആ ദുആ അല്ലാഹ് സ്വീകരിച്ചു. എല്ലാ അമലുകളും നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചില അടയാളങ്ങൾ കൊണ്ട് സ്വീകരിച്ചോ ഇല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും നല്ല അമലേതാണ്, അത് നമ്മൾ നിന്ന് അള്ളാഹു സ്വീകരിച്ച അമലേതാണ്, ആ അമലാണ് ഏറ്റവും നല്ല അമലെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ടാമതേതാ ഏറ്റവും നല്ല ദിവസം? നിങ്ങൾ പറഞ്ഞേതാ? ഏതാ? വെള്ളിയാഴ്ച. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ എന്താണ്? വെള്ളിയാഴ്ച. അലി തങ്ങൾ പറഞ്ഞ എന്താണ്? ഇബ്നു അബ്ബാസ് അല്ല, ലോകത്ത് ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല, എനിക്ക് ആ വാദമില്ല. എന്നിട്ട് അലിയാര് തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല ദിവസം ഏതെന്നറിയോ? മാ തഖ്റുജു മിനദ് ദുനിയാ മുഅ്മിനാ, മോമിനായിട്ട് നീ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം ഏതാണ്? ആ ദിവസം തന്നെയാണ് മോനെ ഏറ്റവും നല്ല ദിവസം. സഹോദരങ്ങളെ, ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ കയറാത്തവനോട് പറയുകയാണ്, എടോ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഹോദരങ്ങളെ, ഇല്ല. ഏറ്റവും നല്ല ദിവസം ഏതാണ്? അലിയാരെ തങ്ങൾ പറയുകയാണ്, മാ തഖ്റുജു മിനദ് ദുനിയാ മുഅ്മിനാ, ഈമാനോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ദിവസമേതാ? പെങ്ങളെ, ഞാനും നിങ്ങളും വിട പറയണ്ടേ, എനിക്കും നിങ്ങൾക്കും ഈ ലോകം വിട്ടു പോകണ്ടേ? അല്ലാഹുവിന്റെ മുന്നിലേക്കല്ലേ നമ്മൾ പോകുന്നത്? അല്ലാഹ് പറഞ്ഞല്ലോ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ وظن أنه فراق والتفت الساق بالساق. മരണത്തിന്റെ സക്കറാത്തിന്റെ ഹാലാണ് അത് പറയുന്നത്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ അല്ല പറയുന്നു, കല്ല, കാര്യം അങ്ങനെ അല്ലടാ, നീ പറയുന്നത് പോലെയല്ലടാ, നീ കേട്ടതൊന്നുമല്ലടാ, നീ ചിന്തിക്കുന്നതിനപ്പുറമാണടാ. ഇതാ ബലഗതി തറാഖിയ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞ സഹോദരങ്ങളെ, തള്ളവിരലിൽ നിന്നാ റൂഹ് പിടിക്കുന്നത്, തള്ളവിരലിൽ നിന്നാ റൂഹ് പിടിക്കുന്നത്. എവിടെ അവസാന റൂഹ് പിരിയുന്ന അവയവമേതെന്നറിയോ? പഠിച്ചു വെക്കണേ. ഏറ്റവും ഒടുവിൽ റൂഹ് വിട പറയുന്ന അവയവം ഏതാണ്? കണ്ണാട്. കണ്ണിൽ നിന്നാണ് അവസാന റൂഹ് വിട പറയുന്നത്. ഏറ്റവും അവസാന സമയം വരെ കണ്ണിന് ചലനമുണ്ടാകും. സഹോദരങ്ങളെ, ആദ്യമായി ഉമ്മാന്റെ ഗർഭപാത്രത്തില് റൂഹോദപ്പെടുന്ന അവയവവും കണ്ണ് തന്നെയാണ്. ഖബറിലോട്ട് കൊണ്ടുവച്ച ആദ്യം നശിക്കുന്ന അവയവവും കണ്ണ് തന്നെയാണ്. ആ കണ്ണിലൂടെ റൂഹങ്ങ് വിട പറഞ്ഞ റൂഹ് തൊണ്ടക്കുടിയിലെത്തുമ്പോ നിനക്ക് പിന്നെ സംഭാഷണം പറ്റില്ല, പ്രതികരണം നിനക്കില്ല. അങ്ങനെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹ് പറയുകയാണ്, നിനക്കറിയാം ഇത് നിന്റെ ഒടുക്കത്തെ യാത്രയാണെന്ന്. ഇനി നിന്റെ ഭാര്യയില്ല, പൊന്നുമക്കളില്ല, ആരുമില്ലാത്ത യാത്രയാണ് നീ ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ അറിയാം. പക്ഷേ കൂടെ നിൽക്കുന്നവർക്കറിയില്ല. അവര് പറയുമ്പോ മക്കളും മരുമക്കളും ഭാര്യയും വിളിച്ചു പറയുമ്പോ, എവിടെ എന്റെ പ്രിയപ്പെട്ടവനെ നോക്കുന്ന ഡോക്ടർ? എവിടെയാ? എവിടെ മന്ത്രവാദി? ഒരു മൂലോടി കൊണ്ടുവരുമോ? ഒന്ന് വിളിക്കുമോ? മഹലിന്റെ ഉസ്താദിനെ വിളിക്കുമോ? എന്റെ വാപ്പാക്ക് എന്തോ രോഗം പിടിപെട്ടിരിക്കുകയാ. പക്ഷെ അവനറിയാം ഇത് ഒടുക്കത്തെ യാത്രയാണ്, മടക്കമില്ലെന്ന്. ആ സമയത്ത് അല്ലാഹ് പറയും, ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാ
നീ പോകുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ മുന്നിലാ. സഹോദരങ്ങളെ, നമ്മുടെ ചുവടെങ്ങോട്ടാണ്? റബ്ബിന്റെ മുന്നിലേക്കാ. അതുകൊണ്ടല്ലേ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിരുന്ന പണ്ഡിത കുടുംബത്തിൽ പിറന്നു വീണ APJ അബ്ദുൽ കലാം എന്ന അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം ഇന്ന് തമിഴ്നാട്ടിന്റെ രാമേശ്വരത്ത് കിടന്നുറങ്ങുന്ന യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം, പ്രപഞ്ചത്തിന്റെ സ്നേഹിയായ അബ്ദുൽ കലാം, മണ്ണിന്റെ മനുഷ്യനായ അബ്ദുൽ കലാം. സഹോദരങ്ങളെ, ആളുകളോട് സ്നേഹത്തോടെ ഇടപെട്ട, എല്ലാവരാലും സുഹൃതം ചെയ്ത നന്മകൾ പറയപ്പെട്ട് മരണപ്പെട്ട രാജ്യത്തിന്റെ പ്രഥമ പൗരനായ അബ്ദുൽ കലാം എന്ന APJ അവസാനം പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ ജനിച്ചത് മുതൽ എന്റെ 2 കാലുകൾ മത്സരത്തിലാണ്. ഒന്നാമത്തെ കാല് മുന്നിൽ വരുമ്പോൾ ഇടത്തെ കാല് പരാജയപ്പെട്ടു പിന്നില. അത് ജയിച്ചു മുന്നിൽ വരുമ്പോ വലത്തെ കാല് വീണ്ടും പിന്നില. അത് ജയിച്ചു വരുമ്പോ ഇടത്തെ കാല് പരാജയപ്പെട്ടു പിന്നിലാണ്. അങ്ങനെ പരാജയപ്പെട്ടും വിജയിച്ചും എന്റെ 2 കാലുകൾ നടന്നു മുന്നേറി. പക്ഷെ അവസാനം ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. മരിക്കുമ്പോ 2 കാലുകളെയും ഒരു നാട കൊണ്ട് ഒപ്പത്തിനൊപ്പം വെച്ച് കെട്ടിയാണ് ഖബറിലേക്ക് വിടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പോകുന്നത് അല്ലാഹുവിലേക്കാ. അങ്ങനെ പോകുമ്പോ നമ്മൾ മോമിനായിട്ട് വേണം മരിക്കാൻ. അങ്ങനെ മോമിനായി മരിക്കുന്ന ദിവസം ഏതാണ്? ഖൈറുൽ അയ്യാമി, ഏറ്റവും നല്ല ദിവസം. മാ തഖ്റുജു മിനദ് ദുനിയാ മുഅ്മിനാ, മുഅ്മിനായിട്ട് മരിക്കുന്ന ദിവസം, അതാണ് ഏറ്റവും നല്ല ദിവസം. അള്ളാഹു നമുക്ക് മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ വല്ലതൊക്കെ ചെയ്താലേ അപ്പോഴും മുഅ്മിനായിട്ട് മരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ വലിയ ആളായിട്ടൊക്കെ അങ്ങനെ നടക്കും. എന്നെ പോലെ പ്രസംഗിക്കാൻ പോകുന്നവരാ, എന്നെ പോലെ സദഖ കൊടുക്കുന്നവരാ, എന്നെ പോലെ നിസ്കരിക്കുന്നതാരാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വീറും വാശിയും വൈരാഗ്യവും ഒക്കെ കാണിച്ച് ആളുകളുടെ മുമ്പിൽ വലിയ ആളായി ഇങ്ങനെ നടക്കും. മരിക്കാൻ നേരത്ത് വേറെ ആരും കൂടെ ഉണ്ടാവൂല. ഇപ്പൊ യേശുദാസ് ഗാനഗന്ധർവനാണ്, ലോകത്തിന്റെ മുത്താണ്, അതാണ് ഇതാണ് ആരെയാണ് എന്നൊക്കെ പറഞ്ഞവർ പറയുന്നു തന്ത ഇല്ലാത്തോനാണ്, ഇങ്ങനത്തോനാണ്. ആളുകൾ ഒരു നിമിഷം കൊണ്ടങ്ങ് മാറും. ദിലീപിന്റെ ഫ്ലക്സ് ബോർഡിന്റെ മുകളിൽ പാലൊഴിച്ചവരാണ് പിറ്റേ മാസത്തിൽ ചാണകമൊഴിച്ചത്. അവര് തന്നെയാണ് വീണ്ടും പാലൊഴിച്ചത്. എന്റെ സഹോദരങ്ങളെ, ആളുകൾ കൂടും, ആളുകൾ ഇങ്ങനെയൊക്കെ വലിയ പിന്തുണയും വലിയ ബാഹുല്യവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മരിക്കുന്ന നേരത്ത് ഒറ്റൊരുത്തനുണ്ടാവൂല. സഹോദരങ്ങളെ, ആൾക്കൂട്ടവും സഹോദരങ്ങളുണ്ട്. ഇന്ന് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ ആളുകൾ ഓടിക്കൂടുന്നു. നമ്മൾ പോയാൽ എവിടെയും ആളുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ വലിയ ആളായി നടക്കുന്നെങ്കിൽ ഒന്ന് ഓർക്കണം, ഞാനും ഓർക്കണം, നിങ്ങളും ഓർക്കണം. സഹോദരങ്ങളെ, അവസാന നിമിഷത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യലല്ല, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത്, وَعْمَلْ لِنَفْسِكَ مِنْ قَبْلِ الْمَمَاتِ فَلَا تَغْرُرْكَ كَثْرَةُ أَصْحَابٍ وَإِخْوَانٍ. وَعْمَلْ لِنَفْسِكَ مِنْ قَبْلِ الْمَمَاتِ فَلَا تَغْرُرْكَ كَثْرَةُ أَصْحَابٍ وَإِخْوَانٍ. ആളുകൾ ധാരാളം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ പറഞ്ഞ് അഹങ്കരിക്കണ്ട. പൊന്നുമോനെ, നിനക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു വെക്കണമില്ലെങ്കിലോ മരിക്കാൻ നേരത്തെ നിന്റെ വാപ്പാടെ കോലത്തിലെ ശൈത്താൻ നിന്റെ അടുത്ത് വരും. അതാണ് അള്ളാഹു അങ്ങനെ വിടുന്നത്. നിന്റെ വാപ്പാടെ കോലത്തിൽ ശൈത്താൻ നിന്റെ അടുത്ത് വരും. നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സഹോദരിമാരൊക്കെ ചിന്തിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കോ ഇല്ലേ എന്ന് അപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോഴും നിങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കത് ബോധ്യമാകുന്നത്. വാപ്പാടെ കോലത്തിൽ പിശാച് നമ്മൾ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, മോനെ എന്നെ മനസ്സിലായോ? ആ ഉപ്പ അല്ലേ? അതെ, നിന്റെ ഉപ്പയാ പറയുന്നത്, മോനെ നിന്നെ അപകടത്തിലിടാൻ ഞാൻ തയ്യാറല്ല, എനിക്കത് സഹിക്കൂല. ഞാൻ അരമുണ്ട് ഇറുക്കി കൊടുത്ത് നിനക്ക് ഞാൻ ഭക്ഷണം തന്നവനാണ്, ഞാൻ പട്ടിണി കിടന്ന് നിനക്ക് ഞാൻ ഭക്ഷണം തന്നവനാണ്, ഞാൻ ഔറത്തു മറയ്ക്കാതെ നിനക്ക് ഞാൻ വസ്ത്രം വാങ്ങി തന്നതാണ്, ഞാൻ നിസ്കാരം കളാക്കി
നിനക്ക് നിസ്കാരം പഠിപ്പിച്ചു തരാൻ വേണ്ടി നിന്നെ ഞാൻ പഠിപ്പിച്ചതാണ്. ഈ വാപ്പ ഇന്നു വരെ നിന്നെ അപകടത്തിൽ നിന്നും വിട്ടിട്ടില്ല. അതേ ഉപ്പ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അള്ളാഹനെ നമ്മൾ നാളെ അഭിമുഖീകരിക്കേണ്ട കാര്യമായി പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്തോ ഒരു ലോകത്തിരിക്കുന്നത് പോലെ തോന്നും. നാളെ മരിക്കാൻ നേരത്തെ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോഴും പിന്നെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾ ആരും ഞാൻ ഈ പറഞ്ഞത് ഓർക്കൂല, എന്നെ നിങ്ങൾ ഓർക്കൂല. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ അഭിമുഖീകരിക്കണം. ഇന്നലെ വരെ മരണപ്പെട്ടവരൊക്കെ അഭിമുഖീകരിച്ചതാണ്. ആ സമയത്ത് വാപ്പ പറയും, മോനെ വാപ്പ ഒരു കാര്യം പറയട്ടെ. എന്താ ഉപ്പ നിങ്ങൾ പറയും? നീ മുഅ്മിനായിട്ട് മരിക്കരുത്, നീ മുസ്ലിമായിട്ട് മരിക്കരുത്. നിന്റെ ഉപ്പയാ പറയുന്നത്. നീ ജീവിച്ചിരിക്കുമ്പോ ഒരു കല്ല് കാലിൽ തട്ടുന്നത് പോലും എനിക്ക് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ പറയുന്നു, മോനെ നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് മരിക്കണം, ഒരു ക്രിസ്ത്യാനിയായി നീ മരിക്കണം. അതാണ് ഖൈറുൽ അദിയാൻ, ഏറ്റവും നല്ല മതം. മുസ്ലിം ഇസ്ലാം മതമല്ല. അതുകൊണ്ട് മോനെ നീ ക്രിസ്ത്യാനിയായി മരിക്കണം. അങ്ങനെ പറഞ്ഞു മരിക്കും മോനെ എന്ന് പറയും. നമ്മളപ്പ ചിന്തിക്കും, ചേടാ ഉപ്പ അല്ലേ, ഒരിക്കലും ഉപ്പ നമ്മളെ അപകടത്തിൽ നിന്നും വിടൂലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മാടെ കോലത്തിൽ പിശാച് വരും, ഉമ്മാടെ കോലത്തിൽ വേഷപ്രസന്നതയോടെ പിശാച് വരുന്നതാ. എന്നിട്ട് പറയും, മോനെ ഞാൻ എന്റെ ഉമ്മയാ, 10 മാസം നിന്നെ വയറിൽ ചുമന്ന ഉമ്മയാ, മരണസമാനമായ വേദന സഹിച്ച് നിന്നെ പെറ്റ ഉമ്മയാണ്. പൊന്നുമോനെ ഉമ്മയാ പറയുന്നത്, നീ മുസ്ലിമായി മരിക്കല്ലേ, മരിക്കുന്നെങ്കിൽ നീ മരിക്കേണ്ടത് ഒരു ജൂതനായിട്ട് മരിക്കണം. അതാണ് നല്ല മതം. നമ്മൾ ചിന്തിക്കും, ഉമ്മ അല്ലേ പറയുന്നത്, ഉമ്മയല്ലേ പറയുന്നത്, കേൾക്കാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ആ സമയത്ത് ജിബ്രീൽ വരണം അലൈഹിസ്സലാം. ജിബ്രീൽ വരണം, വന്നിട്ട് പറയണം, നേരത്തെ വന്നത് ഉപ്പായും ഉമ്മായും അല്ല, നേരത്തെ വന്നത് ശൈത്താൻ വേഷം മാറി വന്നതാണ്. ഈ പറയുന്നതൊന്നും ശരിയല്ല, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് ജിബ്രീൽ വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജിബ്രീൽ വരണമെങ്കിൽ ഒരു ദുആ നിങ്ങൾ ചെയ്യണം. ചെയ്യൂലേ? ഒരു ദുആ മൊബൈലുള്ള ഒരു റെക്കോർഡ് ചെയ്തോളീൻ, അല്ലാത്തവർ ഉസ്താദുമാരെ എഴുതിയെടുത്തോളീൻ, അല്ലാത്തവര് പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞാൻ ഓതുന്നത് കേട്ട് മനസ്സിലാക്കിക്കൊള്ളീൻ. ഇല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊരു രീതിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദുആ കൃത്യമായി നിങ്ങൾ ഓതുന്നവരാകണം. ഇൻഷാ അല്ലാഹ് ആ ദുആ ഞാൻ പറഞ്ഞു തരാം. അത് ഓതിയാൽ മുഅ്മിനായി നമുക്ക് മരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനി ആയിട്ടൊക്കെ നമ്മൾ ചത്തുപോകേണ്ടി വരും. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് ദുആ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദുആ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയും. ഏത് ദുആയാ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹ്ഹാബ് ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഈ ദുആ കൃത്യമായി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുത്ത് ജിബ്രീൽ വരുമെന്ന്, അവൻ ഉമ്മാന്റെ വാപ്പാന്റെ വേഷം മാറിയിട്ട് വരുന്ന ശൈത്താനെ അവഗണിച്ചുകൊണ്ട് മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, എഴുതി പഠിച്ചോ, ഏറ്റവും നല്ല ദിവസം ഏതാണ്? അത് വെള്ളിയായാലും വ്യാഴമായാലും ബുധനായാലും ചൊവ്വയായാലും അത് ഏത് ദിവസമാണെങ്കിലും നീ മുഅ്മിനായിട്ട് മരിക്കുന്ന ദിവസമേതാണ്? ആ ദിവസമാണ് ഏറ്റവും നല്ല ദിവസമെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങള്, നമ്മൾ ഏത് ദിവസമാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്ന് പഠിച്ചോ, ഏത് ദിവസവും മരിക്കാൻ തയ്യാറായി മുഅ്മിനായി വേണം നമ്മൾ ഉണരാൻ. കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോ നമ്മൾ മുഅ്മിനായിട്ട് വേണം ഉണർന്നു വരാൻ. കിടക്കുമ്പോ മുഅ്മിനായിട്ട് വേണം കിടന്നുറങ്ങാൻ. ആ ഉറക്കത്തിൽ നിങ്ങളെ റൂഹ് അല്ലാഹ്
അല്ലാഹു പിടിച്ച സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ ബന്ദിയോടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 40 വയസ്സുകാരനായ സഹോദരൻ മരണപ്പെട്ടു. എങ്ങനെയെന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആ സഹോദരന്റെ മരണ വീട്ടില് 4 മാസം 10 ദിവസങ്ങൾക്ക് ശേഷം ആ വീട് സന്ദർശിച്ചു. സഹോദരങ്ങളെ, എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ? വീടിന്റെ പണി 90% പൂർത്തിയായി. വീടിന്റെ പണി ഇഷ്ടത്തിനൊത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം പോലെ നമസ്കരിക്കാൻ പ്രത്യേക റൂം റെഡിയാക്കി, ആളുകൾ വരുമ്പോ ഇരിക്കാനുള്ള പ്രത്യേക റൂം റെഡിയാക്കി. അയാളുടെ ഇഷ്ടത്തിനെത്താണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂം അദ്ദേഹം ശരിയാക്കിയത്. എല്ലാം റെഡിയാക്കി വെച്ചു. 90% പണിയങ്ങ് തീർന്നപ്പോ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പറഞ്ഞത് ആ സഹോദരന് എന്തേ 90% പണിയങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ പണിയങ്ങ് അവസാനിപ്പിച്ച് സഹോദരങ്ങളെ ഒരു ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോ അന്നത്തെ രാത്രി കിടന്നുറങ്ങുകയാ. അദ്ദേഹം തഹജ്ജുദ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഫർളായ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നടക്കാൻ വേണ്ടി പോകുന്നയാളാ. പ്രഭാത സവാരി നടത്തുന്ന ആളാണ് അദ്ദേഹം. നടന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് റൂമിൽ വീട്ടിലെത്തുക. മാത്രവുമല്ല, അദ്ദേഹം മട്ടനും ചിക്കനും കഴിക്കാറില്ല, ബീഫ് തീരെ കഴിക്കാറില്ല. അദ്ദേഹം പച്ചക്കറി മാത്രം കഴിക്കുന്നയാളാണ്. ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത് കൊളസ്ട്രോളും അസുഖവും വരുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് പച്ചക്കറി മാത്രം നിന്ന ആളാണ്. 40ാമത്തെ വയസ്സിൽ വീടിന്റെ 90% പണി തീർന്നിട്ടന്നത്തെ രാത്രി കുടുംബ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് സുബഹിന്റെ സമയത്ത് എഴുന്നേക്കുന്നില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണേ. ആളുകൾ വന്ന് വീട് കതക് ചവിട്ട് തുറന്നു നോക്കുമ്പോ സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. രാത്രി കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റിട്ടില്ല. ഓടി നടന്ന ആളാണ്. ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആളാണ്. അത് കാരണമായി പച്ചക്കറി മാത്രം തിന്നുന്ന ആളാണ്. പക്ഷേ അല്ലാഹു മരണം വിധിച്ചത് ഉറങ്ങിക്കിടന്നപ്പോഴാ. അതുകൊണ്ട് സഹോദരിമാരെ, ഉറക്കത്തിലെ കിടക്കുമ്പോ മോമിനായിട്ട് വേണം കിടന്നുറങ്ങാ. രാവിലെ എഴുന്നേക്കുമ്പോ മോമിനായിട്ട് വേണം എഴുന്നേക്കാൻ. അങ്ങനെ എഴുന്നേറ്റാ ഞാനും നിങ്ങളും ആ ദിവസം മരിച്ചാ മോമിനായിട്ടല്ലേ മരിക്കുന്നത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാ നമ്മുടെ ഏറ്റവും നല്ല ദിവസമാണെന്ന് അലിയാർ തങ്ങൾ പഠിപ്പിക്കുകയാ. എങ്ങനെയാണ് മോമിനായിട്ട് എഴുന്നേക്കേണ്ടത്? ദിവസം എഴുന്നേക്കുമ്പോ മോമിനായിട്ട് എഴുന്നേക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം റസൂലുള്ള സഹാബത്തിനിടയിലൂടെ നടന്നു പോകുമ്പോ അള്ളാന്റെ പ്രവാചകന് സഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹ്തും, നിങ്ങൾ എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് സഹാബത്ത് പറയുകയാണ്, അസ്ബഹ്നാ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടാണ് എഴുന്നേറ്റത്. എങ്ങനെ നിങ്ങൾ എഴുന്നേറ്റത്? ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടാണ് നബി എഴുന്നേറ്റത്. മാ അലാമത്തു ഈമാനിക്ക്, നിങ്ങളുടെ ഈമാന്റെ അടയാളം എന്താണ്? നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞല്ലോ, അതിനുള്ള തെളിവെന്താണ്? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ 3 സ്വഭാവത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് 3 സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയാൻ കാരണം. അല്ലാഹുവിന്റെ റസൂൽ ഏതാ 3 സ്വഭാവം എന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു 3 സ്വഭാവം എണ്ണി പറഞ്ഞു. ഇത് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്തും മുഅ്മിനൂന ഹഖ്ഖ, നിങ്ങൾ ഒറിജിനൽ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ ഒറിജിനൽ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ നമ്മൾ മുഅ്മിനീങ്ങളായിട്ട് എഴുന്നേക്കാൻ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അത് പങ്കുവെക്കുകയാണ്. ആ 3 കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പിരിഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾ 3 സ്വഭാവ ഗുണങ്ങളുള്ളവരാ, ഞങ്ങൾ 3 സ്വഭാവമുള്ളവരാണ് നബിയേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ട് നേരം വെളുപ്പിച്ചതെന്ന് പറഞ്ഞത് നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഏതാ മൂന്ന് കാര്യങ്ങൾ? നസ്ബിറു അലൽ ബലാ നഷ്കുറു അലർ റഖാ നർലാ ബിൽ ഖലാ. മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ. ഒന്ന്, നസ്ബിറു അലൽ ബലാ നഷ്കുറു അലർ റഖാ നർലാ ബിൽ ഖലാ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രത്യേകത. ആ മൂന്നെണ്ണം നമുക്കുണ്ടോ ഒന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മോമിനീങ്ങളാണ്? പേരിൽ മോമിനീങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേരിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങൾ സഹാബാക്കൾ പറഞ്ഞു നബിയെ, നസ്ബിറു അലൽ ബലാ നഷ്കുറു അലർ റഖാ നർലാ ബിൽ ഖലാ. ഇത് മൂന്ന് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്തും മുഅ്മിനൂന ഹഖാ, നിങ്ങൾ ഒറിജിനൽ വിശ്വാസികളാണ്. അല്ലാഹു നമുക്ക് ഇത് മൂന്നും അനുഗ്രഹിച്ച് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, നസ്ബിറു അലൽ ബലാ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. അതുപോലെ നഷ്കുറു അലർ റഖാ, ഏതേത് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നാലും ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാ, ഞങ്ങൾ നന്ദിയുള്ളവരാണ് നബിയേ. വനർലാ ബിൽ ഖലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തി ഞങ്ങളുള്ളവരാണ്. അല്ലാഹുവിന്റെ വിധിയിൽ ഞങ്ങൾ പരിപൂർണ തൃപ്തരാണ് നബിയേ. ഇത് മൂന്നും പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അന്തും മുഅ്മിനൂന ഹഖാ, നിങ്ങൾ ഒറിജിനൽ മുഅ്മിനീങ്ങളാണ്. ഏതാ സഹോദരങ്ങളെ? ഒന്ന്, നസ്ബിറു അലൽ ബലാ, ഞങ്ങൾ പരീക്ഷണത്തിൽ ക്ഷമയുള്ളവരാണ്, പരീക്ഷണത്തിൽ ക്ഷമിക്കുന്നവരാണ്. എപ്പോഴാ ക്ഷമിക്കേണ്ടത്? നമ്മളൊക്കെ ക്ഷമിക്കും. ഏതൊരു പരീക്ഷണം വന്നാലും അതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പിന്നെ അതിനോട് താതാത്മ്യം പുലർത്തിക്കൊണ്ട് ഇനിയിപ്പോ ക്ഷമിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മൾ ക്ഷമിക്കും. അങ്ങനെയല്ല, അങ്ങനെയല്ല. ക്ഷമിക്കേണ്ടത് എപ്പോഴാണ്? ക്ഷമിക്കേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? ഒന്ന് ശ്രദ്ധയോടെ കേട്ടോളി. ഏത് സമയത്താണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഒരു ഖബറിനടുത്തൂടെ നടന്നു പോവാൻ. ഒരു ഖബറിനടുത്തുകൂടി റസൂലുള്ള നടന്നു പോകുമ്പോ ആ ഖബറ് ഒരു കുഞ്ഞിന്റെ ഖബറാണ്. ഇന്നിപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചത് 11 വർഷങ്ങൾക്ക് മുമ്പ് 2 മക്കൾ മരണപ്പെട്ട ഒരു സഹോദരന്റെ വീട്ടിൽ നിന്നാണ്. 2 മക്കൾ വെള്ളത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു. ആ 2 മക്കൾക്കും അല്ലാഹു ഷഹീദുകളുടെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മക്കളെയൊക്കെ അല്ലാഹു അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഒരു ഖബറിന്റെ ചാരത്ത് കൂടി റസൂലുള്ള നടന്നു പോകുമ്പോൾ ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ആൺകുട്ടിയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. സഹോദരങ്ങളെ, ആ ഖബറടക്കം ചെയ്യപ്പെട്ട കുട്ടിയുടെ മാതാവ് ഖബറിനടുത്തിരുന്ന് കരയുകയാണ്. ഒരു ഉമ്മാന്റെ മനസ്സിന്റെ വേദന നമുക്കറിയുമല്ലോ. ഒരു പുത്രൻ മരണപ്പെട്ടു പോയാൽ, ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ ഉമ്മാന്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വല്ലാതെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇസ്ബിരി വത്തഖീ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, പടച്ചവനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പെട്ടെന്ന് പ്രതികരിക്കുകയാ. ആ പെണ്ണ് രോഷാകുലയായി കൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ഒന്ന് പോകുമോ? നിങ്ങൾക്കൊക്കെ ഇത് അനുഭവിക്കാത്തത് കൊണ്ടാ നിങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് കടന്നു പോകുമോ? ഇത് അനുഭവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ കാര്യം തന്നെയാണ്. കടന്നു പൊക്കോ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അക്ഷരം മിണ്ടാതെ മടങ്ങി പോവുകയാ. കൂടെയുള്ള സഹാബാക്കൾ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ആരോടാണ് നീ സംസാരിച്ചതെന്നറിയോ? അത് ആദരവായ പ്രവാചകനാണ്, ലോകത്തിന്റെ നായകനാണ്, ഹബീബായ നബിതങ്ങളാണ്. ആ സമയത്ത് ആ പെണ്ണ് പെട്ടെന്ന് സടകുടഞ്ഞേക്കുകയാ. എന്നിട്ട് ഓടി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ഹബീബാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നബിയെ, മാപ്പാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ ഒന്ന് നീ അറിയണം മോളെ,
അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ക്ഷമിക്കേണ്ടത് ഏത് പരീക്ഷണങ്ങളുടെയും ആദ്യഘട്ടത്തിലാണ്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ വാപ്പ മരിച്ചെന്നിരിക്കട്ടെ, മരണപ്പെട്ടു പോകുന്ന വാപ്പാന്റെ മരണത്തിന്റെ ആ വിയോഗത്തിന്റെ വേദന എന്റെയും നിങ്ങളുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ട് ഉപ്പ മരണപ്പെട്ടു പോകുമ്പോ നമ്മൾ കരയാറുണ്ട്. പക്ഷെ 3 ദിവസം കഴിയുമ്പോ നമ്മൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടും. എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ ക്ഷമിക്കുന്നു, അല്ലാതെ നീ എന്ത് ചെയ്യാനാണ്? പാപ്പ മരിച്ചു പോയില്ലേ? അപ്പോഴല്ല ക്ഷമിക്കേണ്ടത്. ആദ്യം മരണവാർത്ത കേൾക്കുന്ന സമയത്ത് നിനക്ക് ക്ഷമിക്കാൻ കഴിയണം. ഇന്ത സദമത്തിലൂല. ആ ക്ഷമയ്ക്കാൻ അല്ലാഹു കൂലി തരുക. ആ ക്ഷമയ്ക്കാൻ അല്ലാഹു കൂലി തരുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നസ്ബിറു അലൽ ബലാ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരാണ്. രണ്ടാമത്തതോ നസ്കുറു അലർ റഖാ, ഏതനുഗ്രഹങ്ങൾ കിട്ടിയാലും നന്ദിയുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ നന്ദിയുള്ള ജനതയാണ്. പ്രവാചകന്മാര് നന്ദിയുള്ളവരാണ്. സഹോദരങ്ങളെ, ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ കുടിച്ചിട്ട് പറയും. എന്ത് പറയും? അൽഹംദുലില്ലാഹ്, അല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? പടച്ചോനെ, നിനക്ക് സർവസ്തുതിയല്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാകുമ്പോ കിട്ടിയ വെള്ളം തന്നെ അതികഠിനമായ ഉപ്പ് രസം കൊണ്ട് കുടിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ, ഇത് രണ്ടുമില്ലാതെ തന്നെ ശുദ്ധമായ വെള്ളം കിട്ടിയാൽ തന്നെ അല്ലാഹുവേ, തൊണ്ടയ്ക്ക് താഴെ വെള്ളം ഇറങ്ങാത്ത ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, നഷ്കുറു അലർ റഖാ, നന്ദിയുള്ളവരാണ് ഞങ്ങൾ, അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാ. മൂന്നാമത് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നവരാ. അല്ലാഹ് എന്താണോ വിധിച്ചത് അതിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മളും അങ്ങനെ ഈ 3 സ്വഭാവമുള്ളവരായ, ഈ 3 സ്വഭാവ ഗുണങ്ങളുള്ള സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്തും മുഅ്മിനൂന ഹഖാ, നിങ്ങൾ ഒറിജിനൽ മുഅ്മിനീങ്ങളാണ്. 916 മുഅ്മിനീങ്ങളാണ്. ചെമ്പ് കലരാത്ത മുഅ്മിനീങ്ങളാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ അലിയാർ തങ്ങൾ പറയുകയാണ്, മാ തഖറുജു മിനദ് ദുനിയാ മുഅ്മിന, മുഅ്മിനായിട്ട് വിട പറയുന്നത്, നീ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം മുഅ്മിനാണോ? ഖൈറുൽ അയ്യാം, ഏറ്റവും നല്ല ദിവസം അത് തന്നെയാണ് എന്ന് അലിയാർ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും നല്ല മാസങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കുകയാണ്? ഏറ്റവും നല്ല മാസം ഏതാണ്? ഞാൻ അവസാനിപ്പിക്കാൻ ചില പ്രാദേശികമായ സംഭവങ്ങൾ കൂടെ ഉണ്ട്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും നല്ല മാസം ഏതാണ്? ഏറ്റവും നല്ല മാസമാണ്. നമ്മളൊക്കെ പറഞ്ഞു റമദാനാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് തങ്ങളും ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഗൈറ അന്നി, എനിക്ക് അഭിപ്രായമില്ല. ഏറ്റവും നല്ല മാസം ഏതാണ്? ഏറ്റവും നല്ല മാസം മാ തതൂബു ഫീഹി ഇലല്ലാഹി തൗബതൻ നസുഹാ, മാ തതൂബു ഇലല്ലാഹി തൗബതൻ നസുഹാ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് ഏറ്റവും നല്ല മാസം. നീ ഏതൊരു മാസത്തിലാണോ നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത്, അത് റമളാനാണെങ്കിലും ശരി, റബീഉൽ അവ്വലാണെങ്കിലും ശരി, നമ്മൾ റമളാനാണല്ലോ കൂടുതൽ തൗബ ചെയ്യുന്നവർ. സഹോദരങ്ങളെ, തൗബ ചെയ്തു കഴിഞ്ഞാൽ അതിന് സുഹായ തൗബയാകണം എന്ന് പറഞ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയങ്ങ് അവസാനിപ്പിക്കണേ. ചെയ്തുകൊണ്ടിരുന്ന തിന്മയുടെ പേരിൽ ഖേദം വേണേ. ഇനി ആ തെറ്റിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി പോകാനും പാടില്ല. സഹോദരങ്ങളെ, അങ്ങനത്തെ നസുഹായ തൗബ ചെയ്താൽ, അങ്ങനത്തെ നസുഹായ തൗബ ഞാനും നിങ്ങളും നിർവഹിച്ച സഹോദരങ്ങളെ, പറയപ്പെടുന്നു ഏറ്റവും നല്ല മാസമതാണ്, ഏറ്റവും നല്ല മാസമതാണ് എന്ന് അലിയാർ തങ്ങൾ പഠിപ്പിച്ചു.
പിടിച്ചെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട മാസമാണ് റമളാൻ മാസം. ഈ ശഅബാൻ മാസത്തിന്റെ ദിവസങ്ങള്, ഇനിയുള്ള വിരളമായ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. അടുത്ത ചൊവ്വാഴ്ച നാളെ കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച രാത്രി നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കും. പിറകണ്ടോ ഇല്ലെങ്കിലും മറ്റന്നാള് ബുധനാഴ്ച പോലത്തെ അടുത്ത ആഴ്ചത്തെ ബുധനാഴ്ച നിങ്ങൾ തറാവീഹ് നമസ്കരിച്ച് നോമ്പിലേക്ക് കടക്കുകയാ. ആ നോമ്പ് പിടിച്ച് അള്ളാന്റെ വിശുദ്ധമായ അതിഥിയായി കടന്നു വരുന്ന പുണ്യ റമളാൻ മാസത്തെ വേണ്ടുവോളം സ്വീകരിച്ചിരുത്താണ്. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു റമളാനെ കടന്നു വന്ന് പടിയിറങ്ങിപ്പോയാൽ ആ റമളാൻ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വേറെ വരില്ല. ആ റമളാന് പിന്നെ വരില്ല. പിന്നെ വരുന്നത് അടുത്ത റമളാനാണ്, വേറെ റമളാനാണ്. കഴിഞ്ഞ വർഷത്തെ റമളാൻ ഈ വർഷം വരില്ല. അത് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥിരപ്പെട്ടു പോയി. ഇനി വരുന്നത് പുതിയ റമളാനാണ്. ആ റമളാൻ വന്ന് പടിയിറങ്ങിയാൽ അടുത്ത വർഷം വേറെ റമളാനാണ്. അതുകൊണ്ട് പിന്നെ നന്നാകാമെന്ന് ചിന്തിക്കുന്നവരെ, ഓരോ റമളാനുകളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയും, അനുകൂലമായും പ്രതികൂലമായും. അതുകൊണ്ട് നസൂഹായ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുന്ന മാസമായി നമ്മുടെ പുണ്യമായ റമളാന് മാറണമെങ്കിൽ ഈ ദിവസം നിങ്ങൾ തീരുമാനമെടുക്കണം. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏറ്റവും നല്ല അമല് റബ്ബ് സ്വീകരിക്കുന്ന അമലാണ്. ഏതായിരുന്നാലും ശരി, ഏറ്റവും നല്ല ദിവസം നമ്മൾ മുഅ്മിനായി മരിക്കുന്ന ദിവസമാണ്. ഏറ്റവും നല്ല മാസം സഹോദരങ്ങളെ, നമ്മൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന മാസമാണ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൃത്യമായി പരിശുദ്ധമായ റമളാൻ മാസത്തിനെ അതിൻ്റെതായ എല്ലാ അനുഗ്രഹീതമായ അവസ്ഥകളും നാം കരഗതമാക്കുന്നതിനു വേണ്ടിയിട്ട് അതിനോടുള്ള ബാധ്യതകൾ പരിപൂർണമായി പൂർത്തീകരിച്ച് നിറവേറ്റി യഥാർത്ഥ സായിമീങ്ങൾ നമ്മൾ ഉൾപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد കരുണക്കടലായ പടച്ചവനെ കാരുണ്യവാനായ അല്ലാഹ് സാധുക്കളായ ബലഹീനരായ പാപികളായ ഞങ്ങളെ കരങ്ങൾ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ആരുടെയും കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, സാധുക്കളാണ് തമ്പുരാനെ, പാപികളാണ് അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ പാപങ്ങൾ കാരണം ഞങ്ങൾ ആരെയും നീ ഈ ലോകത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളയല്ല അല്ലാഹ്. തീരെയും പരലോകത്ത് വെച്ച് നശിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്കില്ല അല്ലാഹ്. പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ വീട്ടുകാർ, അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ലോകം മുസ്ലിമീങ്ങൾ, അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അറിഞ്ഞുമറിയാതെയും അവർ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പിതാക്കന്മാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, പലരുടെയും വേണ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്തവര്, യാ അല്ലാഹ് അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ എല്ലാ അവസ്ഥകളും നീ അറിയുന്നവനാണ്. ഇരുളാണോ വെളിച്ചമാണോ ഞങ്ങൾക്കറിയില്ല. യാ അല്ലാഹ് നീ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരുടെ മുന്നിൽ കരങ്ങൾ നീട്ടേണ്ട, കൈ നീട്ടേണ്ട, തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ തൊഴിലുകളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങൾ മാറ്റിത്ത അല്ലാഹ്. കിട്ടാനും കൊടുക്കാനും ഉണ്ട്. ഖൈറിന്റെ വാതിലൂടെ നീ ശരിയാക്കണേ അല്ലാഹ്. പടച്ചവനെ
ഞങ്ങളിലും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭവതികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സാലിഹാത്തുകളെ സാലിഹീങ്ങളുമാക്കണേ അല്ലാ. അല്ലാഹുവേ ദീനിനും ഞങ്ങൾക്കും നാടിനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കയറി കിടക്കാടമില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ നല്ല ഭവനം നൽകണേ അല്ലാ. പടച്ചവനെ വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, നല്ല ജോലിയും അർഹമായ ശമ്പളവും നൽകണേ അല്ലാ. ഈ അനുഗ്രഹീത സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എന്നെ വടകരയിൽ ക്ഷണിക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളായ മുജീബും അതുപോലെ അൻസാർ എന്ന സഹോദരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ, ഇവിടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഭക്ഷണം കഴിച്ച വീട്ടിലെ മരണപ്പെട്ടു പോയ 2 പൊന്നുമക്കളുടെ ഖബറുകള് നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. അവർക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ കൺമുമ്പിൽ മരിക്കുന്നവരാക്കല്ല റബ്ബേ. പടച്ചവനെ ഞങ്ങൾ ആരെയും നീ ഹതഭാഗ്യരാക്കല്ല അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ആരെല്ലാം എത്തിച്ചേർന്നോ, എന്റെ സഹോദരങ്ങളായ ഇസ്മായിലിക്ക ചെറുവാഞ്ചേരിയിൽ നിന്ന് വന്നു, അതുപോലെ പടച്ചവനെ ഈ സദസ്സിലുള്ള മുനീർ എന്ന സഹോദരൻ, അതുപോലെ എന്റെ കൂടെ വന്ന ഹസൻ എന്ന സഹോദരൻ, പല പല ഭാഗങ്ങളിൽ വന്നവര്, പാറക്കടവിലുള്ള നവാസ് എന്ന സഹോദരൻ ഇവിടെയുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ആരൊക്കെ ഈ സദസ്സിലെത്തിച്ചേർന്നോ അവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇത് ലൈവ് വിടുന്നവര്, ഇതിന്റെ പ്രൊജക്ടർ വെച്ചവര്, ഇതിന്റെ മൈക്ക് പ്രവർത്തിപ്പിക്കുന്നവര്, പടച്ചവനെ ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയവര്, അല്ലാഹുവേ പടച്ചവനെ ചോദിച്ചപ്പോൾ 1000 2000 രൂപ വീതം പറഞ്ഞ സഹോദരങ്ങള് സഹോദരിമാര്, ഇവിടെ ഒരാള് 10000 രൂപ പറഞ്ഞു. ഈമാന സലാമത്തായി മരിക്കണമെന്ന ആഗ്രഹമാണ്. യാ അല്ലാഹ് പടച്ചവനെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ അഹങ്കാരവും അസൂയയെല്ലാം മാറ്റിത്ത അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്ഫുടം ചെയ്തെടുക്കണേ റബ്ബേ. ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. കലാപങ്ങളിൽ നിന്ന്, കൊലപാതകങ്ങളിൽ നിന്ന് പടച്ചവനെ ഞങ്ങളുടെ നാടിനെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മഅദനി ഉസ്താദ് അടക്കമുള്ള നിരപരാധികൾക്ക് മോചനം കൊടുക്കണേ അല്ലാ. ഈ രാജ്യത്തെ നീ സമാധാനത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ റബ്ബേ. ഹറമുകളിൽ എത്തിക്കാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മരിക്കും മുമ്പ് നിങ്ങളുടെ ഹബീബിനെ ഒന്ന് കിനാവ് കണ്ടു മരിക്കാ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ 10000 രൂപ തന്ന സഹോദരന്റെ ആ കുടുംബത്തിന്റെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ശിഫയാക്കണേ അല്ലാ. ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെല്ലാം നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എന്തു വേണമെന്ന് നിനക്ക് നന്നായിട്ടറിയാം, അതൊക്കെ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ എന്ത് മുസീബത്തുകളുണ്ടോ സർവ്വതും മാറ്റണേ അല്ലാ. ഹാസുരീങ്ങളിൽ നിന്ന്, സാഹിരീങ്ങളിൽ നിന്ന്, ആയിനീങ്ങളിൽ നിന്ന്, ലാലിമീങ്ങളിൽ നിന്ന്, നാദിരീങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. اللهم ربنا تقبل منا دعاءنا ولا تردن أيدينا خائبين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ അരക്കിൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.